ഇത്രയും ഗൗരവപരമായ കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് കാര്യം കൂടി ചോദിക്കാം. ഒഴിവ് സമയം ടീച്ചറിന് കിട്ടാറുണ്ടോ ഇതിൻ്റെ ഇടയിൽ? വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ചിലപ്പോൾ 10 മണി 11 മണി വരെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും മിക്കവാറും ദിവസങ്ങളിൽ. രാവിലെ പിന്നെ എഴുന്നേറ്റ് ഇപ്പോൾ MLA ആയതുകൊണ്ട് രാവിലെ ഒരു 6:30 ആകുമ്പോഴേക്കും ബെല്ലടിക്കാൻ തുടങ്ങും ആളുകൾ. വീട്ടിലാണെങ്കിലും പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി കാണാൻ വരുന്ന ടീച്ചറാണെങ്കിൽ ആര് വന്നാലും കുറേ സമയം ഇരുന്ന് കേൾക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ചിലത് നടക്കാത്ത കാര്യമാണെങ്കിലും വളരെ വെപ്രാളായിട്ട് വരുന്ന ആളുകളായിരിക്കും സങ്കടങ്ങളുമായിട്ട്. ഒരു 5-10 മിനിറ്റ് അവരെ കേട്ടാൽ അവർക്കൊരു അതങ്ങ് റിലീസാവും വിഷമം. അപ്പോൾ അവസാനം അവർ തന്നെ പറയും നടന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല ടീച്ചർ ഇത് കേട്ടല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് എനിക്ക് സമയമില്ല നമുക്ക് പിന്നെ പറയാം അങ്ങനെ പറയാറില്ല. അവരിത്തിരി കേൾക്കും, അതിന് നല്ല സമയമെടുക്കും. പലരും എന്നെ വിമർശിക്കാറുണ്ട്, ഓരോ ആളുകൾക്ക് ഇത്ര സമയം കൊടുത്തിട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ടി വരുന്നതെന്നുള്ളത്. അത് എൻ്റെ പണ്ടേ ഉള്ളൊരു ശീലമാണ് കേൾക്കുക എന്നുള്ളത്. അത് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ രാവിലത്തെ സമയം അത് കഴിഞ്ഞ് പിന്നെ 10 മണിക്കായിരിക്കും മിക്കവാറും പ്രോഗ്രാം, ചിലപ്പോൾ 9 മണിക്കുണ്ടാവും. അവിടത്തേക്ക് പിന്നെ ഒരു ഓട്ടമാണ് ഇതായിട്ട്. അങ്ങനെ പരിപാടികൾ പിന്നെ ചെയിനായിട്ട് പരിപാടിയാണ് രാത്രി വരെ. അതും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു കുഞ്ഞുമോളുണ്ട് ഇവിടെ. ഒരു കുഞ്ഞുമോൾ ദുബായിലാണുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഈ മക്കളെ ദുബായിലുള്ളവരെ വിളിക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാവില്ല. ഞാൻ വിളിച്ചിട്ടില്ല, എൻ്റെ മോനെ ഇങ്ങോട്ട് വിളിക്കും. മോളും മോൻ്റെ ഭാര്യയും കുഞ്ഞിനെ എല്ലാം കൂടി ഓൺലൈനിൽ കണ്ടിട്ടാണ് അന്നത്തെ ദിവസം അവസാനിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള മോളുടെ കൂടെ കുറച്ച് നേരമെങ്കിലും ഇരിക്കണം. അച്ഛമ്മേൻ്റെ കൂടെ കളിക്കുമെന്ന് പറയും. അതാണ് രണ്ടുപേർക്കും അച്ഛമ്മേനെ വലിയ കാര്യമാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് തങ്ങും. ഇതെല്ലാം കഴിയുമ്പോൾ 12 മണിയാവും. അപ്പോൾ ലിഷർ എന്ന് പറയുന്നത് മുമ്പൊക്കെ വായനയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു മനസ്സറിഞ്ഞിരുന്ന് വായിക്കാനുള്ളൊരു സമയം കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനെയൊന്നും രാത്രി കിടക്കുമ്പോഴാണ് പാട്ട് കേൾക്കുന്നത്. അത് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്താണ്. തിരുവനന്തപുരത്താകുമ്പം പൊതുയോഗങ്ങളും പൊതുപരിപാടികളും കുറയുമല്ലോ. അസംബ്ലിയൊക്കെയുള്ള ദിവസം വൈകുന്നേരം ഫ്രീ ആവും. അപ്പോൾ നല്ല സിനിമ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും പോയിട്ട് കാണും. ഒറ്റയ്ക്ക് പോവും? അല്ലല്ല, ഞാനും മോളും. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഞാൻ ആദ്യം MLA ആയ സമയത്ത് NK രാധ MLA, ഗിരിജാ സുരേന്ദ്രൻ, ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവുക. അതിന് മറ്റ് MLA മാർ കളിയാക്കും, വൈകുന്നേരം ഇവർക്ക് സാംസ്കാരിക പരിപാടിയിട്ട് പോകുന്നതാക്കും എല്ലാ സിനിമക്കും ഞങ്ങൾ പോവും. പിന്നെ മണിയാശാൻ അങ്ങനെ ഒരാളായിരുന്നു, കൃത്യമായിട്ട് എല്ലാ സിനിമയും. അപ്പം ഞങ്ങൾ 3 പേരും കൂടി എല്ലാ സിനിമയും മിക്കവാറും കാണുമായിരുന്നു. ചിലതൊക്കെ ചവറായിരിക്കും. ഇപ്പം പിന്നെ സെലക്റ്റഡ് ആയിട്ട് സമയം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഈ സത്യനന്ദിക്കാരുടെ സിനിമ ഇറങ്ങിയാൽ ഞാൻ കൃത്യമായിട്ട് പോയി കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത കാലത്ത് ബേസിലിൻ്റെ സിനിമ വന്നാൽ അങ്ങനെയായി. അപ്പോൾ ഇപ്പം അത് നോക്കാറില്ല. ഇപ്പോൾ പുതിയ സംവിധായകർ നന്നായിട്ട്. ഞാൻ ഈ അടുത്ത നാളാണ് എക്കോ കണ്ടത്. ഗംഭീര സംഭവമാണ് അത് കേട്ടോ. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്കും അതിനെക്കുറിച്ച് എഴുതാനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. അതൊരു വലിയ സന്ദേശം തരുന്നൊരു സിനിമയാണ്. ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് പ്രൊട്ടക്ഷൻ എന്നാണ്. അത് സ്ത്രീ സമൂഹത്തിന് തന്നെ എല്ലാ സ്ത്രീകൾക്കും പാഠമായിട്ടുള്ള ഒന്നാണ്. അതൊരു വലിയ സന്ദേശമുള്ളൊരു സിനിമയാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് ആക്ഷനും അവരെല്ലാം പുതുമുഖങ്ങളാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഉർവശിയുടെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഞാൻ ഈ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന് പറയുന്നത് ആ സിനിമ ഞാൻ ഇടയ്ക്കേ വെച്ച് കാണും. നമ്മുടെ പിന്നെ ഉർവശിയും ഇദ്ദേഹം ടോവിനോയും എന്തൊരു ഒരു ചേർച്ചയാണ് എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കമായിട്ട് ഉള്ള സംസാരമൊക്കെ. അത് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണും. ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. ഇടയ്ക്ക് വീണ്ടും വീണ്ടും എടുത്ത് കാണുന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ സിനിമ ചെറുപ്പത്തിലേ ഹരമാണ്. പഴയ പാട്ടുകളാണോ കേൾക്കുന്നത്? ഞങ്ങൾ അധികവും ഞാനും മാഷും ഭാസ്കരേട്ടനും കേൾക്കുന്ന അധികവും പഴയ പാട്ടുകളാണ്. അത് പുതിയ തലമുറയ്ക്ക് അതിനോട് അത്ര ഇതുണ്ടോയെന്ന് അറിയില്ല. ജയചന്ദ്രൻ്റെ, യേശുദാസിൻ്റെ ഒക്കെ പഴയ വളരെ മധുരമായിട്ട് പിന്നെ നല്ല അർത്ഥമുള്ള വരികൾ ഉണ്ട്. നല്ല കാവ്യ ഭാവനയുള്ള വരികളുണ്ട്. മോശമായിട്ടുള്ള ചില വരികളും ഉണ്ട്. അത് ആ മോശമെന്ന് അറിയാണ്ടാണ് ആളുകൾ പകർത്തി പാടിയിരുന്നത്. പഴയ കാലത്തും സെക്ഷലായിട്ടൊക്കെ ഉള്ള വരികളൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നു എന്ന് അറിയില്ല. അറിയാതെ സംഗീതത്തിൽ ലയിച്ച് ഞങ്ങൾക്കും ഒന്നും അറിയായിരുന്നല്ലോ കുട്ടിക്കാലത്ത്. സംഗീതത്തിൽ ലയിച്ചങ്ങ് പാടുകയാണ്. എന്നാൽ നല്ല മനോഹരമായിട്ടുള്ള അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊരു വേള ഒരു മാത്ര വെറുതെ നിന്നിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജയകുമാർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളുണ്ട്. K. ജയകുമാറിൻ്റെ മിഴികളിൽ നോക്കി ഞാൻ ഒരു പാട്ടുണ്ടല്ലോ, അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി വെറുതെ ഇരുന്നേറെ നേരം.
അതൊക്കെ എടുത്ത് കേൾക്കും. പ്രണയഗാനങ്ങളാണ് ടീച്ചർക്ക്? എല്ലാം പ്രണയഗാനങ്ങളല്ല, എന്നാൽ പഴയ പ്രണയഗാനങ്ങൾ. ഇപ്പൊ പ്രായമായതുകൊണ്ട് പ്രണയഗാനങ്ങൾ മാത്രം കേൾക്കുന്നൊരവസ്ഥയല്ല, പക്ഷേ അതിൻ്റെ ഒരു ഭാവാത്മകതയാണ് നമ്മളെ അല്ല ഒരു മറഞ്ഞുറ്റി പ്രണയത്തിൻ്റെതല്ല, ഒരു കാവ്യാത്മകതയുണ്ട് അതിനകത്ത്. അതാണ് നമ്മുടെ മനസ്സിനെ ഹൃദ്യമായിട്ട് സ്വാധീനിക്കുന്നത്. അതല്ലാത്ത പാട്ട് ഇപ്പോൾ കുടജാദ്രിയിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്, അതൊരു ഭക്തിഗാനാണ്, പക്ഷേ അതിൻ്റെ ഒരു സാന്ദ്രതയുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു സ്പന്ദിപ്പിക്കുന്ന ഒരു. അതെ, പലരും യേശുദാസിന്റെ ഭക്തിഗാനങ്ങൾ കേൾക്കാറുണ്ട്. അതെ 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 അതെ. ഇപ്പം ശബരിമലയിൽ നട തുറക്കുമ്പോഴുള്ള ഹരിവരാസനം ഞാൻ മിക്കവാറും പലപ്പോഴും കേൾക്കുന്ന ഇതാണ്. നമുക്കത് കേൾക്കും തോറും ഒരു അതിൻ്റെ ഒരു മ്യൂസിക്കും അതിൻ്റെ ട്യൂണും അതിൻ്റെ ഒരു അവതരണവും എല്ലാം കൂടി അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ നന്ദനത്തിലെ പിന്നെ കൃഷ്ണ എന്നും പറഞ്ഞിട്ടുള്ള നവ്യ അഭിനയിച്ച രംഗത്തുള്ള അതെല്ലാം കേൾക്കും. വിപ്ലവഗാനങ്ങളും കേൾക്കും, അതുപോലെ തന്നെ ഇതെല്ലാം കേൾക്കാറുണ്ട്. അപ്പം പാട്ട് എപ്പോഴും മിക്കവാറും ആളുകൾ, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഈ സംഗീതത്തിനൊരു പ്രാധാന്യം കൊടുക്കണം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആശുപത്രികളിൽ പ്രസവ വാർഡുകളിലൊക്കെ കുറച്ച് യുവ ഡോക്ടർമാരുണ്ടായിരുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ മ്യൂസിക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ഇപ്പം രാത്രി നമുക്ക് പലവിധ ചിന്തകളും ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഉറക്കം വരാതുണ്ടെങ്കിൽ സോഫ്റ്റ് മ്യൂസിക് ഉണ്ടല്ലോ, ഫ്ലൂട്ട് അതുപോലെയുള്ള സോഫ്റ്റ് മ്യൂസിക് കുറച്ചു നേരം വെച്ചാൽ അതെന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ലയിക്കും, വേറെ ചിന്തകളെ അങ്ങ് കയറാൻ പാടില്ല. ഞാൻ വെക്കാറുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്. വലിയ സ്ട്രെസ് വരുമ്പോഴും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്, മറ്റു വേറെ ഒന്നും അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല. സാധാരണ അങ്ങനെ ഞാൻ ഒരു സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്താൻ മനസ്സിനെ അനുവദിക്കാറില്ല. പ്ലാനിങ് ആണെല്ലാം, പ്ലാനിങ്ങിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഡയറി ഉണ്ടോ ടീച്ചർ? ഡയറി ഉണ്ട്, എനിക്ക് ഡയറി ഉണ്ട്. എല്ലാം ഞാൻ മറന്നുപോകും. എൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, ഇന്ന വർക്ക് അത് ഇന്ന ടേബിളിലാണുള്ളത്, സിയുടെ അടുത്താണുള്ളത്, അല്ലെങ്കിൽ മന്ത്രിയുടെ അടുത്താണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഞാനത് നോട്ട് ചെയ്യില്ലെങ്കിൽ ഓർമ്മയുണ്ടാവില്ല, മാറിപ്പോകും. കുറേ വർക്ക് ഉണ്ടാകുമ്പം വിളിക്കാനും പറയാനും അതത് സമയത്ത് അവിടെ മുട്ടിയാലേ ഇത് പാസ്സായി കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഡയറി ഉണ്ട്. എന്നാൽ അനുഭവങ്ങൾ കൃത്യമായി ഡയറിക്കുറിപ്പ് ആക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, ചെയ്യാത്ത ഒരാളുമാണ്. പിന്നീട് ഒരു കാര്യം എഴുതുമ്പോൾ, എന്തെങ്കിലും എഴുതണം തോന്നുമ്പോൾ അങ്ങനെ ഒരു നാൾ വഴിയുള്ള ഡയറി എനിക്കുണ്ടാവില്ല. ഞാൻ ആകെ ഒരു വൃത്തിയായിട്ട് ചൈന സന്ദർശനത്തിൽ 10-15 വർഷം മുമ്പ് ഇവിടുന്ന് 2 ചെറിയ ഡയറി എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ പോയ വഴിക്കൊക്കെ അത് കൃത്യമായി നോട്ട് ചെയ്തു വന്നു. അത് നന്നായി സഹായിച്ചു. ഞാനൊരു ചൈന സന്ദർശനത്തിനെ കുറിച്ചുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ചൈന രാഷ്ട്രം രാഷ്ട്രീയം കാഴ്ചകൾ എന്ന് പറഞ്ഞ് ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് എഴുതുമ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഇതിൽ കുറിച്ചതുകൊണ്ട് ആ സ്ഥലപ്പേരും ആളുകളുടെ പേരും ഒക്കെ ശരിക്കും ഓർമ്മിച്ചിട്ട് എഴുതാൻ പറ്റി. എന്നാൽ അതിനുശേഷം നടത്തിയ യാത്രകളിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടും അത് പിന്തുടരാൻ പറ്റിയില്ല. ഈ യാത്രകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല നേതാക്കളും കൂടുതലും ഇപ്പൊ എല്ലാവരും വാഹനത്തിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയവും, പിന്നെ പരിപാടികൾ, വീണ്ടും വാഹനം, അങ്ങനെ. അപ്പൊ ഈ യാത്രക്കിടെ ചില നല്ല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇതാണ്, എന്നാൽ ഇവിടെ കയറി കഴിച്ചു കളയാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, പലർക്കും ഉണ്ട് അത് യാത്ര ചെയ്യുമ്പോൾ. ടീച്ചർക്ക് അങ്ങനെ ഭക്ഷണത്തോടൊരു താല്പര്യം പ്രത്യേകമായി ഉണ്ടോ, അതോ എന്ത് കിട്ടുന്നത് കഴിക്കും അങ്ങനെയാണ്? അങ്ങനെയല്ല, ഓരോ സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ ചില പ്രത്യേക ഭക്ഷണങ്ങൾ. ഇപ്പോൾ ഞാൻ തായ്ലൻഡ് പോയ സമയത്തായിരുന്നു തോന്നുന്നൊരു മാംഗോ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അവിടെ. അവിടുത്തെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നത്. തായ്ലൻഡിലാണോ അല്ല സിംഗപ്പൂർ ആണോ എന്നുള്ള എനിക്ക് നല്ല പെട്ടെന്ന് വിട്ടുപോയി. എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഓപ്പൺ മാർക്കറ്റിനകത്ത് ഇത് നല്ലൊരു അവിടുത്തെ ഒരു ഭക്ഷണമാണെന്ന് ആരൊക്കെയോ പറഞ്ഞനുസരിച്ച് പോയി. അതുകൊണ്ട് അവിടെ ചെന്ന് ഇത് വാങ്ങി കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക റൈസാണ്. അത് കുറച്ച് നല്ലതായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ മേലെ മാംഗോ പീസ് ഒക്കെ വെച്ച് ഒരു പ്രത്യേക സോസും ഒക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നമുക്ക് മതിയാവില്ല, അത്രയും രസമാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ഈയിടെ യഥാർത്ഥത്തിൽ ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ പോയപ്പോഴാണ് ആന്ധ്രാപ്രദേശുകാരുടെ ഒരു പ്രത്യേക മീലുണ്ട്. അവിടെ ഒരു ആന്ധ്രാപ്രദേശ് ഹോട്ടലുണ്ട്. ആന്ധ്രയിൽ പോയപ്പോഴല്ല, അവിടെ ചെന്നപ്പോഴാണ് കഴിച്ചത്. ആന്ധ്ര മീൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നല്ല വെള്ള അരിൻ്റെ ചോറും ഒരു തരം പൊടി ഇട്ടിട്ട് ഇതൊക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള, അങ്ങനെ ചിലയിടത്ത് ആ ട്രഡീഷണൽ ഭക്ഷണം പറയുമ്പോൾ അത്
പരീക്ഷിക്കണം എന്ന് തോന്നാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കണ്ണൂരായിരിക്കുമ്പോ എന്താ കഴിക്കാൻ ഇഷ്ടം? കണ്ണൂർ നമുക്ക് സ്ഥിരം നമ്മുടെ ഒരു ക്ലീശയുണ്ട്, ഇത്തിരി മത്സ്യക്കറി, ഒരു ചെറിയ തോരൻ, ഒരു അച്ചാറ്, അതാണ് നമ്മുടെ ശീലം. അതുകൊണ്ട് എനിക്കും ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപാട് കറികളിങ്ങനെ വിളമ്പിയാൽ എനിക്കതെന്തോ അധികമായി തോന്നും. അതെ അതെ, അത് ഒന്നിനും ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിപ്പോകും ചിലപ്പോൾ. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതാണ്, പക്ഷേ രീതി അതാണ്. ഒരു മത്സ്യക്കറി, പിന്നെ ചിലപ്പോൾ ഒരു മോര് കറി ഉണ്ടാവും, അത് രണ്ടുമാണ്. പിന്നെ ഒരു അച്ചാറും ഒരു പിന്നെ തോരനും ആയാൽ ആയി. മത്സ്യമാണെങ്കിൽ ഇത്തിരി ഒരു മത്സ്യം വറുത്തത്, ആ ഒരു ഇത് ശീലിച്ചതുകൊണ്ട് അതിലൊതുങ്ങാനാണ് ഇപ്പോഴും ഇഷ്ടം. അത് അധികം വിഭവങ്ങളേക്കാൾ. ടീച്ചർ, ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്, അതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ. അപ്പോൾ ടീച്ചറെ പേരാവൂരേക്ക് പറിച്ചു നട്ടു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചർച്ചയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്കാണ് ഈ വേവലാതിയും വിഷമവും ഒക്കെ. ആളുകൾക്ക് ടീച്ചർ മത്സരിക്കുന്നു എന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റി നട്ടു എന്നൊക്കെയുള്ള വർത്തമാനങ്ങളോട് ടീച്ചർക്ക് എന്താ എഴുതിക്കൂടാത്തത്? ഞങ്ങളുടെ ഒരു സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിൽ വലിയ ഹെഡിങ്, എനിക്കെന്താ മത്സരിച്ചുകൂടെ KK ശൈലജ. ഞാൻ അന്തം വിട്ടുപോയി. അങ്ങനെ ചോദിക്കാവുന്ന ഒരു ഇടാണോ പാർട്ടി സെക്രട്ടേറിയറ്റ്? ഞാൻ അങ്ങനെ ചോദിച്ചാൽ തീർന്നില്ലേ ഞാൻ? പിന്നെ എനിക്കെന്താ ഒരു വ്യക്തിപരമായിട്ടുള്ള അന്തസ്സുള്ളത്? ഞങ്ങളൊരു നോംസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 2 ടേം തുടർച്ചയായി മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. അതിൽ PB മെമ്പർ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഇളവ്, ആ മണ്ഡലത്തിൽ തന്നെ മുഖ്യമന്ത്രി മത്സരിക്കണം എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും 2 ടേം മത്സരിച്ചവർ മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു MLA 2 ടേം തുടർച്ചയായി, പക്ഷേ അദ്ദേഹം നിന്നാലേ ആ മണ്ഡലം ജയിക്കൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് ആ MLA തന്നെ തുടർച്ചയായിട്ട് മത്സരിപ്പിക്കണം. അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും ആര് നിന്നാലും മത്സരിക്കുന്ന മണ്ഡലമാണ് നമ്മുടേതെങ്കിൽ മാറണം എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഞാനും AN ഷംസീറും തലശ്ശേരിയും മട്ടന്നൂരിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ നോംസ് അനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാറി പുതിയൊരാൾക്ക് അവസരം കൊടുക്കണം അവിടെ. അതാണ് പാർട്ടിക്കകത്ത് വന്ന ചർച്ച. പിന്നെ ഞാൻ മത്സരിക്കേണ്ടതില്ലേ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനിച്ചതെല്ലാം ഞാൻ അനുസരിക്കുക ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് 96-ലാണ് ഞാൻ ആദ്യമായിട്ട് MLA ആവുന്നത്. ഞാനന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമാണ്, മട്ടന്നൂർ ഏരിയ കമ്മിറ്റി മെമ്പർ. തൊട്ടടുത്ത കൂത്തുപറമ്പ് ഏരിയ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ, കൂത്തുപറമ്പ് മണ്ഡലത്തിൽ, പഴയ കൂത്തുപറമ്പ്, ഇന്നത്തെ കൂത്തുപറമ്പല്ല, വളരെ സ്ട്രോങ് ഹോൾഡാണ് LDFൻ്റെ. അവിടെ പിണറായി, PV കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെയെല്ലാം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന, നമ്മുടെ PB മെമ്പർമാരൊക്കെ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. പാർട്ടി എന്നോട് പറഞ്ഞു അവിടെ പോയി മത്സരിക്കണം എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനൊരു AC മെമ്പർ മാത്രമാണല്ലോ, എന്നിട്ട് ഉറപ്പുള്ള ഒരു മണ്ഡലം അവിടെ ഞാൻ എങ്ങനെയാണ് പോയി മത്സരിക്കുക എന്നുള്ളത്. പക്ഷെ പാർട്ടി തീരുമാനിച്ചു. കാരണം ജില്ല എന്നൊരു സ്ത്രീ ജയിച്ചു വരണം, അതാണ് ആഗ്രഹിച്ചത്. ഞാൻ അവിടെ നിന്ന് മത്സരിച്ച് MLA ആയി. എന്നാൽ അത് കഴിഞ്ഞ് 2011 ഇലക്ഷൻ വന്നപ്പോൾ തുടർച്ചയായിട്ട് ഞാനവിടെ മത്സരിച്ചിട്ടില്ല. ആ തവണ നമ്മുടെ P ജയരാജനാണ് മത്സരിച്ചത്. കാരണം അദ്ദേഹം RSകാരുടെ അതിഭീകര ആക്രമണത്തിന് വിധേയനായി നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതു അഭിപ്രായം തവണ കൂത്തുപറമ്പിൽ ജയരാജൻ മത്സരിക്കണം എന്നാണ്. ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സന്ദേശമെന്ന്. കാരണം ഇത്രയും വലിയ കടുത്ത ആക്രമണത്തിന് വിധേയനായ സഖാവിന് ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ. മാത്രമല്ല അദ്ദേഹം അവിടെ കൂത്തുപറമ്പുകാരനാണ്, അദ്ദേഹം അതിനെ 100% അർഹനാണ്. അപ്പോൾ ഞാൻ ജയരാജൻ മത്സരിച്ചു. ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു സ്കൂളിൽ പോയാൽ ശരിയാവില്ല, ഫുൾ ടൈമർ ആവണം പാർട്ടിയുടെ. ഞാൻ ജോലി രാജിവെച്ചു. ഞാൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പം പാർട്ടി എന്നോട് പറഞ്ഞു പേരാവൂർ ടഫ് മണ്ഡലമാണ്, നമുക്ക് കിട്ടാത്ത മണ്ഡലമാണ്, അപ്പോൾ പേരാവൂർ പിടിച്ചെടുക്കണം, അതുകൊണ്ട് അവിടെ പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം എന്ന് പറഞ്ഞു. അതും എനിക്കൊരു അംഗീകാരമാണ്. എന്നെപ്പോലത്തെ ഒരു ജൂനിയറായിട്ടുള്ള ആൾ പാർട്ടിക്കകത്ത് അവിടെ വളരെ വിഷമമുള്ളൊരു മണ്ഡലത്തിൽ പോയി നിന്ന് മത്സരിച്ച് നോക്കുക. ഞാൻ പോയി. പിന്നെ പേരാവൂരിൻ്റെ ഒരു ഗുണമുണ്ട്, പേരാവൂർ മണ്ഡലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ഇരിട്ടിക്കടുത്തുള്ള മാടത്തിൽ എന്ന് പറയുന്ന പായം പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ LP സ്കൂളിലാണ് പഠിച്ചത്, ഇരിട്ടി ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ നടന്നത്. അപ്പോൾ അന്നത്തെ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ അറിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ മത്സരിച്ചു. പാർട്ടിയുടെ ആഗ്രഹം പോലെ ഞാൻ ജയിച്ചു, നല്ല വോട്ടിന് ജയിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായി പേരാവൂർ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞു.
പക്ഷെ ആ പേരാവൂർ വ്യത്യസ്തമായിരുന്നു, പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മട്ടന്നൂർ നഗരസഭ, കീഴല്ലൂർ, കൂടാളി, തില്ലങ്കേരി പഞ്ചായത്തുകൾ ഇത് മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് വന്നു മണ്ഡലം വിഭജനം വഴി. എന്നിട്ട് നോർത്ത് വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള കേളകവും കുട്ടിയൂരും ഇതിൻ്റെ കൂടെ ചേർന്നു, കൂത്തുപറമ്പ് ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണിച്ചാറും ഇതിൻ്റെ കൂടെ ചേർന്നു. എന്നിട്ടും നല്ലൊരു മത്സരം നടത്തി. അപ്പം ഞാൻ MLA ആയിരുന്ന മേഖലയിൽ ഞാൻ ഒരുപാട് വർക്കുകൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ അന്ന് ഞാൻ ജൂനിയർ ആണെങ്കിലും ഇവിടെ ഗവൺമെൻറ്റിൽ ഇടപെട്ട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിലെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി അവിടെയുള്ള ആറളം പാലം, ജബ്ബാർ കടവ് പാലം, കാളികയം പാലം, മലയോര ഹൈവേയുടെ തുടക്കം അന്നാണ് കുറിച്ചത്. അതുപോലെ ഒരു പഴശ്ശി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനന്ന് MLA ആയ സമയത്ത് അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഈ ആള് മത്സരിച്ച് ജയിച്ചാൽ കുറേ വികസനം കൊണ്ടുവരും എന്നൊക്കെ കരുതി ഞാൻ MLA ആയ മേഖലയിൽ എനിക്ക് നല്ല വോട്ട് കിട്ടി, നന്നായിട്ട് ഞാൻ മുന്നോട്ട് വന്നു. അപ്പുറത്തെ ഭാഗത്തും എന്നോട് നല്ല അനുഭാവപൂർണമായ സമീപനം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു വന്ന്. കാരണം ഇപ്പുറത്തെ വികസനം അവർ കാണുന്നുണ്ട്. ശൈലജ ടീച്ചർ വന്നാൽ അതുപോലെ ഇപ്പുറത്തും വികസനം ഉണ്ടാകും എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അനിഷ്ട സംഭവം അതിനിടയ്ക്ക് ഈ കുട്ടിയൂരുണ്ടായി. ഒരു ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹാക്കളുടെ പേരിൽ കള്ളക്കേസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചു. പോലീസ് അന്ന് സഖാക്കളെ വല്ലാതെ ഉപദ്രവിച്ചു. ലേശ അലങ്കോലായി തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നില്ല, എന്തുകൊണ്ടോ ചെറിയൊരു വോട്ടിന് തോറ്റുപോയി. 3400 വോട്ടിനാണ് തോറ്റത്. പിന്നെ അന്ന് കുറച്ച് വോട്ട് പോൾ ചെയ്യാൻ ഞങ്ങളിത് ബാക്കിയായി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ജയിക്കാമായിരുന്നു, പക്ഷേ ചെറിയൊരു വോട്ടിന് തോറ്റുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പേരാവൂരിൽ ഒരു തവണ ജയിച്ചു. എന്നാൽ പേരാവൂരിൽ തോറ്റു എന്ന് പറയുമ്പോൾ പുതിയ പേരാവൂരിൽ ഇതായി. പക്ഷേ ആ പുതിയ പേരാവൂർ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലമല്ല. പിന്നെ അതിന് ശേഷം ബിനോയ് കുര്യൻ, സക്കീർ ഹുസൈൻ ഇവരൊക്കെ മത്സരിച്ചപ്പോൾ ഒരു തവണ 6000 താഴെ വോട്ടിനാണ് തോറ്റത്, ഒരു തവണ ഈ പറഞ്ഞതുപോലെ 3100 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പോൾ പേരാവൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അപ്പോൾ പാർട്ടി എന്നോട് പേരാവൂർ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നിഷേധിക്കാൻ പറ്റും. ജയിക്കുന്ന മണ്ഡലത്തിലേ ഞാൻ മത്സരിക്കുമെന്നോ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതെല്ലാം മുന്നണിയും പാർട്ടിയൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പാർട്ടിക്ക് വേണ്ടി എവിടെയായാലും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അലോഗ്യമില്ലാത്ത രാഷ്ട്രീയമായിട്ട് എൻ്റെ ബാക്കി പ്രവർത്തനം ചെയ്യും. അതാണ് അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുള്ള രീതി. അപ്പോൾ അതിന് ഒരിക്കലും മാറ്റമില്ല. പക്ഷേ പേരാവൂർ എന്ന് പറയുന്നത് ഇപ്പോൾ പേരാവൂർക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മട്ടന്നൂർ MLA ആയിരിക്കുന്ന സമയത്ത് തൊട്ട് ഇപ്പം മട്ടന്നൂർ MLA ആണല്ലോ, എന്തൊക്കെ വികസന പ്രവർത്തനം അവിടെ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യവും ഈ 10 വർഷം ഉണ്ടായിരുന്നു. പിന്നെ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മിഷനുകളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ പണ്ടത്തതിനേക്കാൾ നമുക്ക് നന്നായി വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം ഞാൻ മന്ത്രിയായപ്പോഴാണ് പിന്നെ മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു 8 മാസം കൂടി വേണം നിർമ്മാണം പൂർത്തിയാവാൻ. അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെൻ്ററിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര സ്ഥാപനം 300 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ട് മട്ടന്നൂർ നഗരസഭയിൽ 50 കിടക്കുകളിൽ ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി കൊണ്ടുവന്നു. അതിൻ്റെ പിന്നെ ഭാഗമായിട്ട് തന്നെ തൊട്ടടുത്ത് ഒരു നല്ല കൾച്ചറൽ സെൻറ്റർ, തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിർമ്മാണം നടക്കുന്നു. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകും. അതവിടെ വന്നു എന്നുള്ളത് വലിയ ഇൻ്റർനാഷണൽ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് 11 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അവിടെ യോഗ സെൻറ്റർ തുടങ്ങാൻ വേണ്ടി പ്രാഥമികമായിട്ട് പണം വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുമ്പോൾ ബാക്കി തുകയും അനുവദിക്കും. അവിടെ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ 14 കോടിയുടേത് അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ മണ്ഡലത്തിൻ്റെ നാനാഭാഗത്തും ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഞങ്ങളെ ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ സംരക്ഷിച്ചത് ഇതെല്ലാം ചെയ്തു. അത് സ്വാഭാവികമായിട്ടും പേരാവൂരുകാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്നൊരു ടോക്ക് പൊതുവെ പേരാവൂരുണ്ട്. അല്ല, അത് ടീച്ചറുടെ MLA പ്രവർത്തനം മാത്രമല്ലല്ലോ അവർ കാണുന്നത്, ടീച്ചറെ അല്ലാതെ തന്നെ നന്നായി വിലയിരുത്തുന്നു. അതെ അതെ അതെ. അപ്പോൾ അതുമെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് പേരാവൂർ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ടീച്ചർ മണ്ഡലത്തിലെ വർക്ക് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്ന സർവേയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വനിതാ MLA-മാര് മണ്ഡലത്തിൽ മികച്ച MLA എന്നുള്ള റാങ്കിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആദ്യത്തെ 2-3 പേരിൽ ആദ്യം നിൽക്കുന്ന ആളാണ്.
അതെ അതെ. അപ്പൊ അതുകൊണ്ട് പേരാവൂരല്ല ഏതൊരു മണ്ഡലവും അത്ര ദുഷ്കരമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതെ, അതൊക്കെ ജനങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പേരാവൂർ മണ്ഡലത്തിലെ ജനങ്ങൾ, കാരണം എൻ്റെ നാടാണ് പേരാവൂർ, ഒരു ബന്ധം പേരാവൂരുമായിട്ട് നമ്മളൊരു നാഭീനാള ബന്ധം എന്ന് പറയാറില്ലേ, ആ ഒരു ബന്ധമുള്ള ഒരു നൊസ്റ്റാൾജിയ എപ്പോഴും എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ കുട്ടിക്കാലം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും. പ്രായമാകുമ്പോൾ അത് കൂടും, പ്രായമാകുമ്പോൾ അത് അമ്മൂനിപ്പം മനസ്സിലാവില്ല, നമുക്ക് പ്രായം കൂടുമ്പോൾ ആ കുട്ടിക്കാലത്തെ ബന്ധങ്ങൾ. ടീച്ചർ പലതവണ പ്രായമായ കാര്യം പറഞ്ഞു, അങ്ങനെ കാഴ്ചയിൽ അനുഭവപ്പെടുന്നില്ല അല്ലേ? അത് പറഞ്ഞു പറഞ്ഞ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കില്ല. ഇല്ല, മനസ്സിനും ഇതിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ചെറുപ്പം തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഒരു നിശ്ചിത സമയം ആവുമ്പോൾ നമുക്ക് ഈ പഴയ കാലത്തെ ഓർമ്മകൾ കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്നല്ല. ഞാൻ എല്ലാം രാവിലെ മുതൽ രാത്രി വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള അച്ചമ്മയായി. അതാണ്. അങ്ങനെ യാതൊരു ക്ഷീണവും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ശരീരത്തിനും മനസ്സിനും ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരാവൂർ വിജയിച്ച് വന്നാൽ ഞാൻ പേരാവൂരിന് വേണ്ടി ഇതുവരെയുള്ള മറ്റ് 3 മണ്ഡലങ്ങളിലും എത്രമാത്രം എൻ്റെ ഊർജ്ജം ചെലവഴിച്ചോ അത് പേരാവൂരിന് വേണ്ടിയും ചെലവഴിക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പൊ പേരാവൂരിനപ്പുറം കേരളത്തിൽ LDFന്റെ 3ാം ഭരണം വരും എന്ന് ഉറപ്പിക്കാമോ ടീച്ചർ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് വരില്ല എന്നുള്ളതാണ്. കാരണം 10 വർഷം എത്ര വലിയ വികസനമാണ് കേരളത്തിൽ നടന്നത്. അതിലെ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനൊരു ഭാവനയുണ്ട്. വലിയ വലിയ വികസന പ്രവർത്തനങ്ങളും വേണം, ക്ഷേമ പ്രവർത്തനങ്ങളും വേണം. വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നാലേ നമ്മുടെ തനതായ വരുമാനം വർദ്ധിക്കുകയുള്ളൂ കേരളത്തിൻ്റെ. എപ്പോഴും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വലിയ സ്വപ്നങ്ങൾ. വിഴിഞ്ഞം പോർട്ട്, നാഷണൽ ഹൈവേ ഇപ്പം പറഞ്ഞല്ലോ, 5400 കോടിയിലേറെ രൂപ കേരള ഗവൺമെൻറ് കിഫ്ബിന്ന് എടുത്ത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അല്ലേ? അവർ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ഭൂമിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയൊന്നും വാങ്ങിയിട്ടൊന്നും ഹൈവേ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഭൂമി എടുത്തു തരാം, ഞങ്ങൾക്ക് ഹൈവേ വേണം. ആ ഹൈവേ പൂർത്തിയായി അതിലേ പോകുന്ന ആർക്കെങ്കിലും പിണറായിയെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? ആ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കണമല്ലോ. അപ്പോൾ അതാണ് വിഴിഞ്ഞം പോർട്ട്. ആകെ ചിലവായ 8000 കോടിയോളം രൂപയിൽ 5000 കോടിയും മുടക്കിയത് കേരളമാണല്ലോ. അതുപോലെയാണ് വലിയ സ്പീഡ് റെയിൽ അതുണ്ടാക്കിയ റെയിൽ എന്നൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ തന്നെ എന്തൊരു താല്പര്യമുണ്ട് ആളുകൾക്ക് അതിൽ കയറാൻ. അത് ഈ പഴയ പാളത്തിലൂടെ നല്ല സ്പീഡ് പോകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പുതിയ ഹൈസ്പീഡ് റെയിൽ വരണം, വളരെ വേഗതയുള്ള ട്രെയിൻ വരണം. അതൊക്കെ പുതിയ തലമുറയുടെ ആവശ്യമാണ്. അതുപോലെ എല്ലായിടത്തും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുക, അതാണ് നമ്മുടെ ഫോണിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത്രയേറെ ഗ്രാമങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷനുള്ളൊരു സംസ്ഥാനം ഏതാ ഉള്ളത്? ഇനിയും വിപുലമാക്കണം അത്. അപ്പോൾ ഒരു വർത്തമാനകാല സമൂഹത്തിന് ചേരുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് LDF ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ 2000 ആക്കി, സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷൻ നൽകി, ജോലി തേടുന്ന യുവാക്കൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നൽകി. ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ തുടരുന്നു. അപ്പോൾ ഇതെല്ലാം നിന്നു പോവില്ലേ LDF വന്നില്ലെങ്കിൽ? ആരെങ്കിലും കരുതുന്നുണ്ടോ ലൈഫ് മിഷനിൽ അത്യാവശ്യം വീട് കിട്ടാൻ ബാക്കിയുള്ളവർക്ക് UDF വന്നാൽ കിട്ടുന്നു? അവർ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ആദ്യം റദ്ദാക്കുക ലൈഫ് മിഷനാണെന്ന്. കേട്ടില്ലേ? ഞങ്ങളുടെ ഒരു മിഷനായിരുന്നല്ലോ അത്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ആശുപത്രികളെല്ലാം UDF വന്നാൽ ഇന്നത്തേക്കാളും മെച്ചപ്പെടുമെന്ന്? 2016 എന്തായിരുന്നു അവസ്ഥ? അയ്യോ, ആശുപത്രികളിൽ അങ്ങ് കയറാൻ പറ്റാത്ത വിധം മലിനമായി. ഞാൻ ഈ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് നടത്തിയ ഒരു പ്രകടനം ഉണ്ടല്ലോ അന്ന്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ക്ലീൻ ആവുകയും നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവും, ഉപകരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം ആശുപത്രി നന്നായപ്പോൾ ഒരുപാട് ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജൊക്കെ നമുക്ക് അതും പരിഹരിക്കും. LDF ഗവൺമെൻറ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും പരിഹരിക്കും. അപ്പോൾ LDF ഉണ്ടെങ്കിലല്ലേ ഈ വക സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 3ാമതും LDF വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ടീച്ചർ അതോടൊപ്പം ഇപ്പം LDFന്റെ വികസനം മുഴുവൻ ടീച്ചർ ചുരുക്കി പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം LDFലെ മുഴുവൻ MLA-മാരും പ്രകടിപ്പിക്കുന്നുണ്ട്, പല പ്രവർത്തകരും പ്രകടിപ്പിച്ച് കാണുന്നുണ്ട്. പക്ഷെ അതേസമയം പ്രതിപക്ഷത്ത് നിന്ന് പ്രധാനമായി പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഇത് യഥാർത്ഥ ഇടതുപക്ഷമല്ല,
എന്നാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോകുന്ന ആളുകളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നേതാക്കൾ പറയുന്ന കോൺഗ്രസിലെ. അതോടൊപ്പം തന്നെ മറ്റൊന്നും പഴിചാരാൻ ഇടതുപക്ഷ സർക്കാരിൽ കാണാത്തത് കൊണ്ട് ഈ സംഘടന ശക്തിപ്പെടാൻ വേണ്ടിയെങ്കിലും ഇടതുപക്ഷ സർക്കാർ ഇനി വരാതിരിക്കണം എന്നൊരു പ്രചരണവും ഉണ്ട്. ടീച്ചർക്ക് എന്താണ് അതിൽ പറയാൻ? അതായത് നമ്മളെ നോക്കിയിട്ട് നിങ്ങളല്ല എന്നൊരാൾ പറയുമ്പോൾ ഇത് ശൈല ടീച്ചർ അല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ശൈല ടീച്ചർ ആണല്ലോ. അത് എന്താണ് ഇടതുപക്ഷം? അത് വളരെ വ്യക്തമല്ലേ. അതായത് വളരെ താഴെ തട്ടിലുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളടക്കം കണ്ട് അതിന് പരിഹാരം തേടുന്ന പക്ഷമാണ് ഇടതുപക്ഷം. ഞങ്ങളൊരു സംസ്ഥാന ഗവൺമെൻറ് മാത്രമാണ്. ഇവിടെ ഭരണഘടനയിൽ സോഷ്യലിസം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം പോയിട്ട് ജനാധിപത്യം ഡെമോക്രസി പോലും പൂർണ്ണമാവാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഡെമോക്രസി എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും അവസര സമത്വമാണ്. അതുപോലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സോഷ്യലിസത്തിൻ്റെ സാധ്യതയും വന്നിട്ടില്ല. അപ്പോൾ കേരളം പക്ഷേ വ്യത്യസ്തമാണ്. കേരളം അത് ഉണ്ടാക്കിയെടുക്കാൻ പാടുപെട്ടു. ഞങ്ങൾ ഒരു 30% ആളുകൾ പരമദരിദ്രരായിരിക്കട്ടെ, ബാക്കിയുള്ള ആളുകളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് വെച്ചിട്ടുള്ളൊരു പ്ലാനിങ് ഒരിക്കലും നടത്തിയിട്ടില്ല. ഇടതുപക്ഷം വന്നപ്പോഴാണ് താഴെ തട്ടിലുള്ള മുഴുവൻ ആളുകളെയും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിലാദ്യം റേഷൻ കടകൾ തുടങ്ങിയത് സബ്സിഡിയോട് കൂടിയുള്ള റേഷൻ AKGയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ജില്ലാ കൗൺസിലിൽ സ്ത്രീകൾക്കടക്കം സംവരണം വേണമെന്നുള്ള കൊണ്ടുവന്നത് 80കളിൽ ജില്ലാ കൗൺസിൽ ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം കൊണ്ടുവന്നത് താഴെ തട്ടിലുള്ള ആളുകൾക്കടക്കം വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, പ്രായോഗികമായി ഉണ്ടാക്കി കൊടുക്കാൻ. ഭരണഘടനയിലൊക്കെ ഉണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്, പക്ഷെ കൊടുത്തിട്ടില്ലല്ലോ. കോൺഗ്രസ് ഭരിക്കുന്നിടത്തും BJP ഭരിക്കുന്നിടത്തൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതാണ്. കുടുംബശ്രീ ആൾക്കൂട്ടം കൊണ്ടുവന്നത് ഇടതുപക്ഷ ചിന്തയാണ്, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുക സമൂഹത്തിലേക്ക് എന്നുള്ളത്. 2016 4 മിഷനുകൾ ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. ഹരിത കേരളം മിഷൻ, കേരളം മുഴുവൻ ശുചിയാക്കുക, കേട്ടിട്ട് വൃത്തിയാക്കുക, നല്ല ആഹാരം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, പബ്ലിക് സ്കൂൾ, സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകൾ ഹൈടെക് ആക്കുക എന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ സാധാരണ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ അർത്ഥം. അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. ആശുപത്രികൾ ഹൈടെക് ആക്കുക, വലിയ ഉപകരണങ്ങളും വലിയ എക്യുപ്മെൻറ്റ്സൊക്കെ കണ്ടുപിടിക്കുന്ന കാലമാണ്. നമ്മളടുത്ത് പഴഞ്ചനാണുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അതിനെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കുക, വൃത്തിയുള്ള കെട്ടിടങ്ങൾ എടുക്കുക. അതിനാണല്ലോ കിഫ്ബിന്ന് പണം തന്നത്. അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. പാവങ്ങൾക്ക്, ഒന്നുമില്ലാത്തവർക്ക് ഈ സൗകര്യം അവരുടേതാണെന്ന് തോന്നുക, ഇതെൻ്റെയും കൂടിയാണ് എന്ന് തോന്നുക. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷത്ത് നോക്കി നിങ്ങളല്ല ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? അതാണ് അത്. അവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും പറയാനില്ലാത്തപ്പം ഞങ്ങൾ ഇടതുപക്ഷമല്ല എന്നാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പം ജനങ്ങളുടെ വിശ്വാസത്തിലും അനുഭവത്തിലും നിന്നുകൊണ്ട് അവർ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള ടീച്ചറുടെ ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ലൂസ് ടോക്സിലേക്ക് ടീച്ചർ വരുമ്പോൾ എനിക്ക് ഒരു വളരെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരാളെ ലൂസ് ടോക്കിലേക്ക് വിളിക്കുന്നതിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ടീച്ചർ വളരെ സിമ്പിളാണെന്ന് മുൻപേ നമുക്കറിയാം. ആ തരത്തിൽ തന്നെ ടീച്ചറോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ടീച്ചർക്ക് എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. വളരെ ഹൃദ്യമായിരുന്നു അമ്മു, വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു.